എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ഭാഗവത കഥ തുടരുകയാണ്. ഭക്തി കഷ്ടനിവർത്തനം എന്നു പേരായ 3-ാം അധ്യായമാണ് അടുത്തത്. നാരദൻ പറഞ്ഞു, ശ്രീശുകൻ കഥിക്കപ്പെട്ട ഭാഗവത പാരായണമാകുന്ന ജ്ഞാനയജ്ഞം ഞാൻ ആരംഭിക്കുകയാണ്. ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾക്ക് പൂർവസിദ്ധി ലഭിക്കുന്നതിനായി പ്രയത്നിച്ചിട്ടാണെങ്കിലും ഞാനിത് ചെയ്യാം. ഞാൻ ഈ യജ്ഞം എവിടെ വച്ചാണ് നടത്തേണ്ടതെന്ന് പറഞ്ഞു തന്നാലും. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം വേദജ്ഞന്മാർ എവിടെ വച്ചാണ് പറയേണ്ടത്? എത്ര ദിവസം കൊണ്ടാണ് ഭാഗവത കഥ ശ്രവിക്കേണ്ടത്? ഭാഗവത പാരായണത്തിൻ്റെ വിധികൾ എന്തെല്ലാമാണ്? ഇവയെല്ലാം ഭവാന്മാർ വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. സനകാദികൾ പറഞ്ഞു, ജ്ഞാന വിവേക സൽഗുണങ്ങളോടുകൂടിയ അല്ലയോ ദേവർഷേ, ഞങ്ങൾ അതെല്ലാം വിസ്തരിച്ച് പറഞ്ഞു തരാം, ശ്രദ്ധിച്ച് കേട്ടാലും. ഹരിദ്വാരത്തിൻ്റെ, അതായത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഹരിദ്വാറിന് സമീപത്തായി ആനന്ദഘട്ടം എന്ന ഒരു പുണ്യസ്ഥലമുണ്ട്. അവിടെ എല്ലായ്പ്പോഴും ഋഷീശ്വരന്മാർ വസിക്കുന്നു. ഗംഗാതീരത്തുള്ള ആ പുണ്യസ്ഥലം അത്യന്തം മനോഹരവും നല്ല മണൽത്തിട്ടയോടുകൂടിയതും വൃക്ഷലതാദികൾ നിറഞ്ഞതും ശബ്ദകോലാഹലങ്ങളോ ദുർജനങ്ങളുടെ ഉപദ്രവങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുമാണ്. അവിടെയുള്ള സരസ്സിലെ സ്വർണ്ണത്താമരകളുടെ സുഗന്ധം പരിസരമാകെ വ്യാപിച്ചു കിടക്കുന്നു. പരസ്പര വിരോധികളായ മൃഗങ്ങൾ പോലും ഇവിടെ ശത്രുതയില്ലാതെ കഴിഞ്ഞു വരുന്നു. അവിടെ വെച്ച് അവിടുന്ന് ജ്ഞാനയജ്ഞം നടത്തുക. അതിന് യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല. അത് മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത ആനന്ദത്തെ സൃഷ്ടിക്കും. ദുർബലരും ജരാനരകൾ ബാധിച്ചവരുമായ ജ്ഞാനവൈരാഗ്യങ്ങളെ മുൻപിൽ നിർത്തിക്കൊണ്ട് ഭക്തി അവിടെ എത്തിച്ചേരും. അവർ 3 പേരും ഭാഗവതാഖ്യാനത്തെ ശ്രവിച്ച് നവയൗവനത്തെ പ്രാപിക്കും. ഇവിടെ നാരദൻ സനകാദികളോട് പറഞ്ഞ കഥകൾ സൂതൻ ശൗനക മഹർഷിയോട് പറയുന്നതായിട്ടാണ് എന്ന് ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂതൻ പറഞ്ഞു, സനകാദികൾ ഇപ്രകാരം പറഞ്ഞിട്ട് നാരദമുനിയോടുകൂടി ഹരിദ്വാരത്തിലേക്ക് ഭാഗവതാഖ്യാനം ശ്രവിക്കുവാൻ പുറപ്പെട്ടു. അവർ ഹരിദ്വാരത്തിലേക്ക് എത്തിച്ചേർന്നപ്പോഴേക്കും ഭാഗവത കഥാശ്രവണത്തിനുള്ളവരുടെ ആഗമനവും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. മർത്യരും ദേവന്മാരും ബ്രഹ്മലോക നിവാസികളും അവിടെ എത്തിച്ചേർന്നു. ഭാഗവത കഥാശ്രവണത്തിൽ അത്യാസക്തരായ അവർ മുൻപിൽ എത്താനുള്ള കോലാഹലത്തോടെ ഓടിയെത്തി. വൈഷ്ണവരായ സർവരും അവിടെ ആദ്യമേ തന്നെ എത്തിച്ചേർന്നിരുന്നു. ഭൃഗു, വസിഷ്ഠൻ, ച്യവനൻ, ഗൗതമൻ, മേധാതിഥി, ദേവലൻ, ദേവരാതൻ, പരശുരാമൻ, വിശ്വാമിത്രൻ, ശാലകൻ, മാർക്കണ്ഡേയൻ, അത്രിയുടെ പുത്രനായ ദത്താത്രേയൻ, പിപ്പലാദൻ, യോഗേശ്വരനായ വേദവ്യാസൻ, വ്യാസന്റെ പിതാവായ പരാശരൻ, ഛായാശുകൻ. ശുകൻ സന്യസിച്ചതുകൊണ്ട് വ്യാസൻ നിർമ്മിച്ച പുത്രനാണ് ഛായാശുകൻ. കൂടാതെ ജാജലി, ജഹ്നു തുടങ്ങിയവരും, അതുകൂടാതെ അവരുടെ സംഘത്തിലുള്ള മറ്റ് മുനിമാരും ശിഷ്യന്മാരും പുത്രന്മാരും പത്നിമാരും സപരിവാരം എല്ലാം ഭാഗവത കഥാശ്രവണത്തിൽ അത്യാസക്തരായി വന്നു ചേർന്നു. വേദം, വേദാന്തം, വേദാംഗങ്ങൾ, അതായത് വേദത്തിൻ്റെ അംഗങ്ങളായ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നിവയും മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, ഭാഗവതമൊഴിച്ചുള്ള 17 പുരാണങ്ങൾ തുടങ്ങിയവയെല്ലാം മൂർത്തിരൂപം ധരിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു. ഗംഗ തുടങ്ങിയ നദികളും പുഷ്കരം തുടങ്ങിയ സരസ്സുകളും ക്ഷേത്രങ്ങളും ദണ്ഡകം തുടങ്ങിയ വനങ്ങളും മൂർത്തിഭാവം പൂണ്ട് അവിടെ വന്നെത്തി. നാഗങ്ങൾ, ദേവന്മാർ, ഗന്ധർവന്മാർ, ദാനന്മാർ തുടങ്ങിയവരെല്ലാം അവിടെ എത്തിച്ചേർന്നു. ഇവിടെ ദാനവന്മാരെന്ന് വിശേഷിപ്പിക്കുന്നത് അസുരന്മാരെയാണ്. കശ്യപ പ്രജാപതിക്ക് ദിതിയിൽ ജനിച്ച പുത്രരെയാണ് ഈ വിഭാഗത്തിൽ പെടുത്തുന്നത്.
ചില ദുരഭിമാനികളാകട്ടെ തങ്ങളെ ക്ഷണിച്ചില്ലെന്ന് കരുതി വന്നില്ല. എന്നാൽ ഭൃഗുമഹർഷി പോയി അവരെല്ലാം ക്ഷണിച്ചുകൊണ്ട് വന്നു. നാരദൻ ആദരവോടുകൂടി നൽകിയ വിശിഷ്ടമായ ആസനത്തിൽ സനകാദി മുനീന്ദ്രന്മാർ ഉപവിഷ്ടരായി യജ്ഞദീക്ഷ ആരംഭിച്ചു. ശ്രീകൃഷ്ണ കഥ കേൾക്കുവാൻ അത്യാസക്തരായി അവിടെ വന്നെത്തിയവരെല്ലാം നാരദനെയും സനകാദി മുനീന്ദ്രന്മാരെയും വന്ദിച്ച് താന്താങ്ങൾക്ക് അർഹമായ സ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായി ഏറ്റവും മുൻപിലായി യഥാക്രമം വൈഷ്ണവർ, വിരക്തർ, സന്യാസിമാർ, ബ്രഹ്മചാരിമാർ തുടങ്ങിയവർ ഇരുന്നു. അവരുടെ എല്ലാം മുൻപിലായി നാരദമുനി ഇരുന്നു. ഒരു വശത്ത് ഋഷിമാരും മറുവശത്ത് ദേവഗണങ്ങളും വേറൊരിടത്ത് വേദോപനിഷത്തുകളും മറ്റൊരിടത്ത് തീർത്ഥങ്ങളും പിന്നെ ഒരിടത്ത് സ്ത്രീകളും ഇരുന്നു. വേദിയിൽ നിന്ന് ജയ ജയ കൃഷ്ണ നമോ നമഃ എന്നിങ്ങനെയുള്ള ശബ്ദങ്ങളും ശംഖധ്വനിയും മുഴങ്ങി. സുഗന്ധമുള്ള ചൂർണങ്ങളും പുഷ്പങ്ങളും നിറച്ചു വിതറി. ദേവപ്രമുഖന്മാരായ ചിലർ താന്താങ്ങളുടെ വിമാനങ്ങളിൽ വന്ന് കൽപ്പവൃക്ഷത്തിൻ്റെ പൂക്കൾ അവിടെയാകെ വിതറി. ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.